അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ ചലഞ്ചിലും ജയിച്ചിരിക്കുന്നത് നമ്മുടെ ജിൻഡപ്പൻ്റെ ടീം തന്നെയാണ്. ഡെൻ ടീം, ജിൻഡോ, ശ്രീതു, അർജുൻ ഈ 3 പേരടങ്ങിയ ടീമാണ് രണ്ടാം ചലഞ്ചും ജയിച്ചിരിക്കുന്നത്. ആദ്യ ചലഞ്ച് ഇവർ തന്നെയായിരുന്നു, രണ്ടാം ചലഞ്ച് ഇവർ തന്നെയായിരുന്നു. ആദ്യ ചലഞ്ച് 110 പോയിൻറ്റോടെ ജയിച്ചെങ്കിൽ ഇവിടെ ജയിക്കുമ്പോൾ 480 പോയിൻറ്റോടെയാണ് ഇവർ ജയിക്കുന്നത്. എന്നുവെച്ചാൽ 110 ഇപ്പോൾ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ, എന്താണ് പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണ് ടീം നെക്സ്റ്റാണ്, നമ്മുടെ ജാസ്മിൻ്റെ, സിജോൻ്റെ, ശ്രീരേഖൻ്റെ ടീമാണ്. അവർക്ക് കിട്ടിയേക്കണാകെ 305 പോയിൻ്റാണ് കിട്ടിയേക്കണത്. അപ്പോൾ നല്ല ഹ്യൂജ് മാർജിനിലാണ് ഈ പ്രാവശ്യം തൂക്കിയേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 10 പോയിൻറ്റിലാണ് വന്നത്, ഈ പ്രാവശ്യം ഹ്യൂജ് മാർജിൻ തന്നെയാണ് തൂക്കിയേക്കുന്നത്. പക്ഷേ മറ്റേ എന്താണ് അപ്സരൻ്റെ ടീം, ടണൽ ടീം എന്താണ് പുറത്തായതുകൊണ്ട് അവർക്ക് ഒരു പോയിൻറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ജിൻഡോൻ്റെ ടീം വളരെ നല്ല പോലെ പ്ലെയർ ചെയ്തിട്ടാണ്, എന്ന് വെച്ചാൽ തല്ലുകൊടുത്തില്ലാണ്ട് വെൽ പ്ലാൻഡായിട്ടും നല്ല ഗെയിം ഒരു പ്ലാനിങ്ങോടെയാണ് മൊത്തത്തിൽ കളിച്ചിരിക്കുന്നത് ജിൻഡോ. അവർ തമ്മിൽ പ്രശ്നമില്ല, ഒന്നാമത്തെ കാര്യം തന്നെ അവരുടെ ടീം തമ്മിൽ പ്രശ്നമില്ല. സാധാരണ ജിൻഡോ നിൽക്കുന്ന ടീമിൽ ജിൻഡോ ആ ടീമിലുള്ള ആൾക്കാരുടെ തല്ലുകൊടുത്ത് എപ്പോഴും ഉണ്ടാവുന്നത്, അത് ഏത് ടാസ്കിലാണ്. ഈ ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ജിൻഡോ അടക്കം പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയി. പിന്നെ അർജുൻ ശ്രീജും തല്ലുപിടിക്കില്ല, അവർ കോമ്പോ ആയതുകൊണ്ട് ഒരിക്കലും തല്ലുപിടിക്കില്ല. ആകെ ജിൻഡോ മാത്രം പ്രശ്നമായിട്ട് വരേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം ജിൻഡോ നല്ല സമാധാനത്തോടെ കളിച്ച് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചലഞ്ച് ജയിച്ച ജിൻഡോയുടെ ടീം തന്നെയാണ്. ഇനി അടുത്ത പവർ ടീമിനായിട്ട് കളിക്കാൻ പോകുന്നത് ഇവരുടെ ടീമാണ്, 3ാം ചലഞ്ച്. അപ്പോൾ 3ാം ചലഞ്ചിന് ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബോൾ എറിയും, അപ്പോൾ ഒരു ബാറ്റ് ഉണ്ടാവും ഡിഫൻഡായിട്ട്, ആ ബാറ്റ് കൊള്ളാണ്ട് ആ ഒരു എന്താണ് ആ ഹോളിലേക്ക് വീഴണം. അപ്പോൾ ഏറ്റവും കൂടുതൽ വീണത് അവരാണ് ജയിക്കുന്നത്. ആ പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ജിൻഡോയുടെ ടീം തന്നെയായിരിക്കും ജയിക്കാൻ ചാൻസ്. അപ്പോൾ ജിൻഡോൻ്റെ ടീം 3 പേര് വെച്ചാൽ ഇവർ ഇത്രയും ഉണ്ടാക്കി അവർക്കൊരു കയ്യടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ജിൻഡോൻ്റെ ഫാൻസാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ.